വെള്ളച്ചാട്ടം ഉണ്ടാക്കാനാണ് മേവിന്റെ പ്ലാൻ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഏവിയറിയുടെ അകം എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം കഷ്ടപ്പാടുവിനെ എങ്ങനെ ഒരു ഏവിയറിയുടെ അകം സെറ്റാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് കാണാമെല്ലാം. എല്ലാം നമ്മൾ ഒപ്പിച്ചെടുത്ത പരിപാടികൾ കൊണ്ട് ഏവിയറിയുടെ അകം വളരെ മനോഹരമാക്കിയ ഒരു സംഭവമാണ് ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. സത്യം പറഞ്ഞാൽ ഒരു ഏവിയറി പണിയുക എന്നത് തന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഏവിയറി പണി തുടങ്ങിയത്. വീടിൻ്റെ ബാക്കിലെ ചെറിയൊരു സെൻറ്റ് സ്ഥലമായിരുന്നു നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആ പ്ലാൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ മേല നമ്മളങ്ങോട്ട് പണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പണിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ പണിയൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെറിയ പണി കിട്ടി നമുക്ക് മഴയാണ്. എന്നാലും മഴയൊക്കെ നമ്മൾ അതിര് കടന്ന് മഴേനെയൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ പണിയൊക്കെ പയ്യെ കംപ്ലീറ്റ് ആക്കി. ഏവിയറി എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം അത്രയും ദൂരത്തോട്ടൊന്നും അല്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഞങ്ങൾക്ക് വന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചു ഏവിയറി പണി എത്ര കോസ്റ്റായി, എന്തോരം ചിലവായി, എന്തൊക്കെയാണ് പണിത്, ഈ ഓപ്പൺ ഗേജും ഏവിയറിയൊക്കെ സെറ്റപ്പ് കൊള്ളാമല്ലോ, ഇതിനും കൂടെ എല്ലാം ചിലവായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ കൂടെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഈ കാണുന്ന ഈ ചെറിയ ഏവിയറി മാത്രം പണിയാനായിട്ട് 25,000 രൂപ എന്തോ ചിലവായുള്ളൂ കേട്ടോ. ബാക്കി ഈ സൈഡിലുള്ള ഓപ്പൺ കേജ് സെറ്റപ്പാണ്. അതായത് കോഴികളൊക്കെ ഓപ്പണായിട്ട് അടക്കട്ടെ, കോഴിയും ആടൊക്കെ ഓപ്പണായിട്ട് അടക്കട്ടെ എന്നുള്ള ഈ ഓപ്പൺ കേജ് സെറ്റപ്പിനാണ് അത്യാവശ്യം പൈസ ആയത്. അതിന് നല്ലപോലെ നെറ്റൊക്കെ അടിച്ച് വെളിയിൽ നിന്ന് വേറെ കാര്യങ്ങളൊന്നും വരാതെ, കീരിയോ മരപ്പട്ടിയോ അങ്ങനെയൊന്നും വരാതെ നല്ല ബലത്തിലടിച്ച് കുറേ കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ ടോട്ടൽ എല്ലാം കൂടെ ഒരു 60,000 60,000 രൂപയായിരുന്നു. എന്തായാലും സംഭവം നമ്മളെ നേരത്തെ കേജിനേക്കാളും ഭയങ്കര സ്ട്രോങ്ങും കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങോട്ട് വേണം ധൈര്യമായിട്ട് പോകാം. ഏവിയറി ആണെങ്കിൽ തന്നെ നല്ല ബലത്തിലുമാണിത്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ ആയത്. ഇനി നമ്മുടെ ആട്ടിൻകുട്ടികൾക്കാണെങ്കിലും തീറ്റ ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. ഇവർക്ക് ഫ്രീ ആയിട്ട് കഴുത്തിൽ കയറില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടത്താം. ഈ ഇനങ്ങൾ കഴുത്തിൽ കയറില്ലാതെ വളർത്താൻ പറ്റുന്ന സാധനമാണ്, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വളർത്താൻ വരും. അങ്ങനെ എല്ലാം കൂടെ ഒരു സൗകര്യമായി. പണിയെല്ലാം കഴിയുന്ന വരെ പരിപാടിയൊക്കെ സിമ്പിളാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകം ഒന്ന് അരങ്ങാക്കണം, ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ ഡബിൾ സ്ട്രോങ് ആക്കണം, എലി അടി കൂടെ മാന്താതെ നോക്കണം. അങ്ങനെയൊക്കെ നടക്കാനുള്ള കുറച്ച് പോം വഴികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ചുമ്മാ ഒരു കളിമണ്ണ് കൊണ്ട് കുഴച്ച് അതിൻ്റെ സൈഡിലൊക്കെ തേച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഒരു തണുപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. കാരണം 10 അടി പൊക്കമാണ് ഏവിയറിയുടെ ഒരു ആവറേജ് ഹൈറ്റ്. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളിമണ്ണ് കൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മൂടി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു ഏവിയറിയുടെ അകത്ത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഒരു കുളം. എന്ന് വെച്ചാൽ നമ്മൾ കിളികൾ കുളിക്കാനും എല്ലാം കുളമായിരിക്കും സെറ്റപ്പ്. നേരത്തെ പോലെ നമുക്ക് കേജിൻ്റെ അകത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ ഇതിനകത്തിരിക്കുന്ന കിളികൾക്കെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ അകത്തൊരു കുളം സെറ്റ് ചെയ്യാന്നുള്ള ആശയത്തിന് ഞങ്ങൾ വന്നു. കുറച്ച് പേര് ഇവിടെ കുളം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ നമ്മുടെ ആറ്റിൽ പോയി. ആറ്റിൻ്റെ അകത്ത് നമുക്ക് നല്ല ഉരുളം കല്ല് കിട്ടും. ആ ഉരുളം കല്ല് കുളത്തിൻ്റെ സൈഡിൽ വെച്ചാൽ നല്ല രീതിയിലുള്ള ഡെക്കറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കുളത്തിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ആറ്റിൽ പോയി നല്ല അടിപൊളി ഉരുളം കല്ലുകൾ അങ്ങോട്ട് വാരിക്കൊണ്ട് വന്നു. ഈ കല്ലുകൾ നമുക്ക് 2-3 കാര്യത്തിന് ഉപകാരപ്പെടും. ഒന്ന് നമുക്ക് കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കുളത്തിൻ്റെ അകത്തിടാനും. കുളത്തിൻ്റെ അകത്തിട്ടാലേ നമുക്ക് മെയിനായിട്ട് ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും വെയിൽ സമയത്ത്. അപ്പം എന്തായാലും ആറ്റിൽ ആ ഉരുളങ്കല്ല് ഇട്ട് കൊടുത്തില്ലെങ്കിൽ വാട്ടറിലെ ഹ്യൂമിഡിറ്റി കൂടും, അല്ലെങ്കിൽ ഹീറ്റ് കൂടിയിട്ട് അതിനകത്ത് കിടക്കുന്ന മീനോ അല്ലെങ്കിൽ പെട്ടെന്ന് കിളികൾക്കെല്ലാം കുളിക്കാൻ വരണമെന്നൊന്നും ശരിയാവില്ല. ഇതാണ് നമ്മുടെ ചെറിയ കുളത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ഏവിയറിയുടെ അകത്തെ ഫൈനൽ ലുക്ക്. നമ്മൾ ഒരു നാച്ചുറൽ ആ ഒരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അധികം സിമെൻറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. മണ്ണൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. സൈഡിൽ കൂടെ കല്ല് വെച്ചപ്പോൾ തന്നെ കുളത്തിൻ്റെ വലിപ്പം കൂടിയതുപോലെയായി. അതുപോലെ തന്നെ നല്ലൊരു ഡെക്കറേഷൻ സ്റ്റൈലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അകത്ത് പണി നടക്കുന്നതുകൊണ്ട് ഉമ്മാരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഉമ്മാരെ ചിലപ്പോൾ സിമെൻറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി സിമെൻറ്റ് വന്ന് നക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഉമ്മാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമാണ്. ആദ്യം കുറേ നേരമായിട്ട് ആടിഞ്ഞൊന്നും കൊടുക്കാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആടിഞ്ഞ് ചെറിയ കലിപ്പൊക്കെ വരുന്നുണ്ട്, അതാണ് മുടിയൊക്കെ സ്പൈക്ക് ആയിട്ടിരിക്കുന്നത്. ഇനി വെറുതെ ഒരു കുളം ഉണ്ടാക്കി വെച്ചാൽ അതിനൊരു ഗ്ലാമർ കിട്ടുകയില്ല. നമുക്ക് അതിനകത്ത് മൊത്തം ഒരു കല്ല് പോലെ സെറ്റ് ചെയ്തിട്ട് ഒരു വെള്ളച്ചാട്ടവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണ് മെഹബിൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മൾ ആറ്റിൽ മുങ്ങിത്തപ്പി നല്ലൊരു വലിയ കല്ല്, നല്ല രസമുള്ളൊരു കല്ല് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇനി നോക്കാം അടുത്ത വ്ളോഗ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ചുമ്മാ വെക്കാൻ വേണ്ടിയാണ് ഈ കല്ല് കൊണ്ടുവന്നതെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു എന്തായിരുന്നു ഒരു നമ്മുടെ എഞ്ചിനീയർ ഉദ്ദേശിച്ചെന്ന് അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് അന്തം വിടും കേട്ടോ. അങ്ങനെ ബാക്കി പണികൾക്ക് വേണ്ടി ഒരു ബക്കറ്റ് ആറ്റിലെ കല്ലുകൾ കൂടെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് 6 ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കല്ലുകൾക്ക് നല്ല കല്ലുകൾക്ക് വലിയ ക്ഷാമമൊന്നുമില്ല. അങ്ങനെ ഡെക്കറേഷനുള്ള അടുത്ത പണി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെഹബിൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് പണിതുകൊണ്ടിരുന്ന നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ കല്ല് കൊണ്ട് സെറ്റപ്പ് ചെയ്ത കുളത്തിൻ്റെ ഡെക്കറേഷൻ്റെയും ഫൈനൽ ഔട്ടോട്ടോ. അങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ, നമ്മുടെ ഷോർട്സൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിരിക്കും സുദേശ് എന്തിനാണ് ഈ ഏരം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി
നമ്മുടെ ഏവിയറിക്കകത്ത് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇനം പേരയുടെ ഇരമാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ അതുപോലെ വെട്ടിയ ഭാഗം വലിയ ഇരമായിരുന്നു. അത് വളച്ച് ഈ ചെറിയ ഡോറിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ ഒരു പാടും വന്നില്ല. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ കിളിക്ക് കൂട് കൂട്ടണമെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിളികൾക്ക് ഇതിനകത്തുനിന്ന് കടിച്ച് മുറിച്ച് വെട്ടിക്കൊണ്ട് പോവാം. ഇതിനകത്ത് അത്യാവശ്യത്തിന് ആവശ്യത്തിന് നാരങ്ങളുണ്ട്, ഏരങ്ങളുണ്ട്, എന്താ പറയുന്നത്. കിളികൾക്ക് കൂടുണ്ടാക്കാൻ പറ്റിയ എല്ലാ എലമെൻസിനകത്തുണ്ട്. അതാണ് ഏറ്റവും പറയാനുള്ളത്. അപ്പം ഇതിങ്ങനെ നിവർത്തി വെച്ച് കിളികൾ ഔട്ട് ചെയ്യുമ്പോഴേക്കും കിളികൾ ഇഷ്ടമുള്ള ഭാഗത്ത് പോയി ഇരിക്കുമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഏതായാലും നമ്മുടെ ഉദ്ദേശം തെറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഷേപ്പിൽ പ്ലേസ് ചെയ്യണമല്ലോ, അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉമാര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അതെങ്ങനെ പ്ലേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഐറ്റം അത്യാവശ്യം ഷേപ്പിലായിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത കുറച്ച് കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു നിൽക്കുന്നതിനൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സ്പാനർ കൊണ്ട് ഒരു മൂലയിൽ മാത്രം ഏരമുള്ളൂ, ബാക്കി എല്ലാ ഭാഗങ്ങളും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് കയറി നിൽക്കാനൊക്കെ അല്ലെങ്കിൽ പാടാവും. അതാണ് ഇങ്ങനെ ഫ്രീ ആക്കി വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ മെയിനായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം ബേർഡ്സിനെ ഓപ്പൺ ചെയ്ത് വിടാൻ വേണ്ടി പോവാണ്. ഒരു ഏവിയറിയിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളെ സ്യൂട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ബേർഡാണ് ഡയമണ്ട് ആവും കേട്ടോ. കാരണം ആഫ്രിക്കൻ ലോ ബേർഡ്സും അതായത് കൊണൂറൊക്കെ ഇടുവാണെങ്കിൽ ഇവർ ഒന്നാമത് കടിയും ബഹളമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഭയങ്കര തെറിക്കൽ, അതായത് ഭയങ്കര ഓട്ടവും ബഹളമായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോഴേക്കും ഇവർക്കാകെ വെപ്രാളമൊക്കെ ആവും. പക്ഷേ ഡയമണ്ട് ഹൗസ് അല്ലെങ്കിൽ ഫിഞ്ചസ്, അങ്ങനെ ഫിഞ്ചസിൻ്റെ കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ ഇവർ സമാധാനമാണ്. ഇവർ 2-3 ദിവസത്തേക്ക് ഓട്ടവും ചാട്ടവും ബഹളവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം നോക്കിയാൽ മരത്തിൽ തന്നെ ഇരുന്നോളും. എത്ര ശല്യമായാലും കുഴപ്പമില്ല. മറ്റേതൊക്കെ ഓടി ചിലപ്പോൾ പറന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇട്ടതാ നമ്മളെ മുയലും കുഞ്ഞുങ്ങൾ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഒരു ഏവിയറിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട, അതായത് നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ താഴെ വീണ് കിടക്കുമ്പോൾ ഉറുമ്പും പലതരം പ്രാണികളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നമ്മുടെ ബട്ടൺ കുയിൽ, അതായത് ചൈനീസ് കാട എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റത്തിനാണ് നമ്മൾ ഇനി ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഈ പെട്ടിക്കകത്ത് ഐറ്റം ഉണ്ട്. ആള് കാടകളെ പോലെ തന്നെ നല്ല പറക്കലും ചാട്ടവും ഓട്ടവും ഒക്കെയാണ്. അതുകൊണ്ട് ഏവിയറിക്കകത്ത് കയറ്റിയിട്ടാണ് ഇവരെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ ആൾക്കാർ, ചൈനീസ് കാട, ബട്ടൺ കോയിൽ. ചെറിയ ചെറിയ ഉറുമ്പുകളും ചെറിയ ചെറിയ പ്രാണികളും ഈ ബേർഡ്സിന് ശല്യമാവുന്ന ചെറിയ ചെറിയ എല്ലാ ഐറ്റംസിനെയും ഇവർ ഫുഡാക്കി എടുത്തോളും. ഒരു ഏവിയറിക്കകത്ത് ഓപ്പൺ ചെയ്ത് വിടുവാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫുഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവർ എന്തെങ്കിലും ഇങ്ങനെ പ്രാണികളൊക്കെ തിന്ന് ജീവിച്ചു പോക്കോളൂ. അങ്ങനെ ഈ മുയൽകുട്ടന്മാർ വന്നപ്പോൾ തന്നെ നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവരെ ഏവിയറിലെല്ലാം കൊള്ളുകയില്ല. ഇവരിപ്പോൾ ചെറുപ്പമായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇവർ കുഞ്ഞുണ്ടാകുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇവർ മൊത്തം കുഴിച്ച് ആ അലമ്പാക്കും. ഇപ്പോൾ ഏതായാലും ഏവിയറിയിലുള്ള മൊത്തം ബേർഡ്സും എല്ലാം നല്ല കമ്പനി ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് കയറിഞ്ഞ് പിന്നെ പേടിയൊക്കെ മാറി അവർ അടുത്തടുത്തേക്ക് ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു. അങ്ങനെ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. ഇങ്ങനെ ഒരു കോലത്തിലുണ്ടായിരുന്ന പിറകു ഭാഗം എങ്ങനെ പണിതെടുത്ത് ഒരു വലിയ ഏവിയറി ആക്കുമെന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചു. എന്നാൽ 3 മാസത്തിന് ശേഷം നിങ്ങൾ നേരത്തെ കണ്ട അതേ സ്ഥലം പണിത് റെഡിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. അകത്തെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏവിയറിയുടെ നിൽക്കി കയറുന്നില്ല നമ്മുടെ ഏവിയറിയുടെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെയല്ലോ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇരിക്കുന്ന പേരക്കമ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കുളം കണ്ടോ, അത് നാച്ചുറൽ രീതിയിൽ. ഇനി നമുക്ക് ചെറിയൊരു ലൈവ് പ്ലാന്റ്സും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം, എന്നാലേ നമുക്കൊരു പൂർണ്ണ രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഇത്രയും ലെവലിലായി. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഏവിയറിൽ ഇടാൻ കൊള്ളുകയെന്ന് പറഞ്ഞു. അപ്പം ആ ഫ്ലഡിൻ്റെ സമയത്ത് അങ്ങനെ ഇട്ടുപോയി. പിന്നെ നമ്മൾ ഊരാൻ നിന്നില്ല, അങ്ങനെ കിടന്നു പോയതാണിത്. ഇനി നമുക്ക് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് ഹൗസ് അവിടെ നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആരും ഇനി ജോഡിനെ കാണുന്നില്ലോ. ഈ ജോഡി അവിടെ ഉണ്ട്. എവിടെ ബാക്കി? അതെ, താഴെ നിൽപ്പുണ്ട്. ഓക്കെ, താഴെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ട് അവിടെ പോയി. ഓക്കെ, അപ്പം ഇതാണ് വളരെ കുറച്ച് ദിവസത്തെ സ്വന്തമായ കഷ്ടപ്പാടിന് ശേഷം. അപ്പോൾ ഇതാണ് കുറച്ച് നാളത്തെ സ്വന്തമായ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഏവിയറുടെ ഫൈനൽ ലുക്ക്. ഇനിയും ഒരുപാട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഈ മഴയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറേ ജീവികളൊക്കെ മേടിച്ചിട്ട് എല്ലാം മരിച്ചൊക്കെ പോയായിരുന്നു. അപ്പം അവരെയൊക്കെ നമുക്ക് പോയവരെയൊക്കെ ഒന്ന് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. ഓക്കെ.